എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ എയ്സ് അവനാണെങ്കിൽ ലൂഫിയുടെയും വൈറ്റ് ബീഡിന്റെയും വഴക്കും വെല്ലുവിളിയൊക്കെ കേട്ട് അങ്ങനെ നിരാശനായിട്ട് നിൽക്കുകയാണ്. എയ്സിനാണെങ്കിൽ വല്ലാത്ത കുറ്റബോധം, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വൈറ്റ് ബിയേഡ് ആൾക്കാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നും. ലൂഫി ഉടനെ ആളോട് ചോദിക്കും, ഞാൻ കപ്പലിൽ വെച്ച് ചില കാര്യങ്ങൾ കേട്ടു. ലൂഫി എന്തോ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ബഗ്ഗിയാണെങ്കിൽ നിലവിളിച്ചു പറയും, ലൂഫി നീ എന്താ അവിടെ ചെയ്യണേ? വൈറ്റ് ബേർഡിന് വെല്ലുവിളിക്കുകയാണോ? നീ ഒരു ചെറിയ പയ്യനാണ്, നിനക്ക് വൈറ്റ് ബേർഡിന് അത്രയും പവറൊന്നും ഇല്ല. ഇവാനും ബഗ്ഗിയോട് യോജിച്ചു നിന്ന് ഇപ്പൊ ലൂഫിയെ തിരുത്തി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അതേസമയം ലൂഫി ആണെങ്കിൽ അവൻ വൈറ്റ് ബേർഡിനോട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നൊന്നായിട്ട് ചോദിക്കും. ആള് പറയും എക്സിക്യൂഷൻ എത്രയും വേഗം നടക്കും, അതുമാത്രമല്ല അവരെന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വൈറ്റ് ബേർഡ് ലൂഫി ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവാന് പോലും വലിയൊരു ഷോക്കായിട്ട് തോന്നും. ലൂഫി പറയും, താങ്ക് യു വെരി മച്ച്. ഇനി ആക്ഷൻ ടൈം ആണെന്ന് പറഞ്ഞ് ബസൂക്കാന്ന് നിലവിളിച്ച് ചുറ്റുണ്ടായിരുന്ന സോൾജേഴ്സിനെ ഇട്ടിച്ച് തെറിപ്പിച്ച് മുൻപോട്ട് പോകും. അതുകൊണ്ട് 3rd ഡിവിഷൻ കമാൻഡറും ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ തന്നെ പോവാണ്. അവരുടെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ഡിവിഷൻസിലെ പൈററ്റ്സും അങ്ങനെ പാഞ്ഞടുക്കും. കാർപ്പിനും സെൻഗോക്കുവിനും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ ആ ഒരു വലിയ യുദ്ധത്തിനുള്ള തുടക്കം അതങ്ങനെ നെഞ്ചെടുപ്പോട് കൂടെ കാത്തുനിന്ന് നോക്കി നിൽക്കും. അടുത്ത നിമിഷം സെൻഗോക്കുവും ഇപ്പൊ മിലിറ്ററി സോൾജേഴ്സിനോട് അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറയും. ഇവിടെ മാർക്കോ ആണെങ്കിൽ ഇപ്പൊ വൈറ്റ് ബേർഡിന് അടുത്ത് വന്ന് പറയും, ബോസ് അവർ എയ്സിനെ വളരെ നേരത്തെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേട്ട് വൈറ്റ് ബേർഡ് ആളങ്ങനെ കാഷ്വലായിട്ട് നിൽക്കും. കാരണം ഓൾറെഡി ലൂഫി ഈ കാര്യം വൈറ്റ് ബേർഡിനോട് പറഞ്ഞു കഴിഞ്ഞു. വൈറ്റ് ബേർഡ് ടെൻഷനായിട്ട് ഇതുവരെ ആയിട്ടും നിങ്ങളുടെ അറ്റാക്ക് അത് കംപ്ലീറ്റ് ആയില്ലേ? അപ്പോഴായിരിക്കും മാർക്കോ പറയുക, നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ആ വലിയ വലിയ നേവി ഓഫീസേഴ്സുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഫൈറ്റ് ചെയ്ത് തകർത്തില്ലാതാക്കിയാൽ മാത്രമേ നമുക്കിനി എയ്സിന്റെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയൂ. വൈറ്റ് ബേർഡ് ആണെങ്കിൽ ഇപ്പോഴും ആ സെൻഗോക്കുയെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൈറ്റ് ബേർഡ് പറയും, ആ സെൻഗോക്കു ആള് നിസ്സാരക്കാരനല്ല, ഒരിക്കലും ആളുടെ സ്ട്രാറ്റജി അത്ര എളുപ്പത്തിലൊന്നും പുറത്തേക്ക് പോവില്ല. സോ നമ്മളിപ്പോ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താൽ അത് വലിയ അപകടമാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ പൈററ്റ്സ് ടീം അവരാണെങ്കിൽ നേവി ഓഫീസിലേക്ക് കയറി കഴിഞ്ഞു. ഉടനെ കിസറു അവിടേക്ക് ചാടി വീണ് അവരെ എല്ലാവരെയും പുറത്തേക്ക് തല്ലി തല്ലി ഓടിക്കുകയാണ്. അപ്പോഴായിരിക്കും ലൂഫി അതുവഴി ഓടി വന്ന് ആ കിസറുവിന്റെ മുൻപിൽ നിൽക്കുക. അവനെ കാണുമ്പോൾ തന്നെ ലൂഫിക്ക് ആളെ മനസ്സിലാവും. കിസറു ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ലൂഫിയെ നോക്കി നിൽക്കും. ഇതാണ് പറ്റിയ അവസരം, ഞാൻ തന്നെ ഇവന്റെ കഥ കഴിക്കും. അവനങ്ങനെ കാഷ്വലായിട്ട് കാല് മുകളിലേക്ക് ഉയർത്തും. കാലിലാണെങ്കിൽ ഇപ്പൊ അവന്റെ പവർ അങ്ങനെ പളപളാൻ തിളങ്ങുകയാണ്. ചുറ്റുമുള്ള പൈററ്റ്സ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ശ്വാസമൊക്കെ മുറുക്കി പിടിച്ചിരിക്കും. അവനങ്ങനെ ലൂഫിയെ ചവിട്ടാനായി ആഞ്ഞടുക്കുമ്പോഴേക്കും ഇവൻ അങ്ങനെ ഫ്ലൈ ചെയ്തു വന്ന് ലൂഫിയെ പിടിച്ചു വലിച്ച് ഒരു സേഫായ സ്ഥലത്തേക്ക് മാറ്റും. അതേസമയം ഇവിടെ ബഗ്ഗിക്ക് ചുറ്റും ഒരുപാട് പൈററ്റ്സ്. അവരിപ്പോ ബഗ്ഗിയോട് പറയും, ബോസ് നിങ്ങളെ കൊണ്ട് മാത്രമേ ആ കിസറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. ആളൊരു വൈസ് അഡ്മിറൽ ആണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ തോൽപ്പിക്കാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള് അത് നിങ്ങൾ ബഗ്ഗിയാണ്. ബഗ്ഗിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരല്പം രോമാഞ്ചമൊക്കെ തോന്നും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഇവാനോട് താങ്ക് യു പറയും. താങ്ക് യു വെരി മച്ച്. അതിന് ഇവാൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം. അവരങ്ങനെ സിമ്പിളായിട്ട് പരസ്പരം താങ്ക്സ് ഒക്കെ പറയുമ്പോൾ ആ കൂമ അവനവന്റെ വാ തുറന്ന് ബീം പവർ അതിപ്പോ ലൂഫിക്ക് നേരെ എയിം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ലൂഫിയോട് പറയും, നീ എത്രയും പെട്ടെന്ന് എയ്സിന്റെ അടുത്തേക്ക് പോകണം, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ കൂമയും ഇവാനും രണ്ടുപേരും വമ്പം പവറൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. കട്ട് ചെയ്ത ഫുൾ ഫെസ്റ്റും ജാങ്കോയും അവർ രണ്ടുപേരും ഇപ്പൊ ലൂഫിയെ തടഞ്ഞ് അവൻ അച്ചറം പൊച്ചറം അടിക്കാനായിട്ട് തുടങ്ങും. അവന്മാരാണെങ്കിൽ ഇപ്പോ ഓരോ റിങ്ങൊക്കെ എടുത്ത് കാണിക്കും. അപ്പോഴായിരിക്കും ഉസോപ്പിന്റെ വില്ലേജിലുണ്ടായിരുന്ന ആ ഒരു വില്ലനാണ് ഇവനെന്ന് ലൂഫിക്ക് പിടികിട്ടുക. അടുത്ത നിമിഷം അവിടെ വലിയൊരു ബോംബ് പൊട്ടും. അവര് റിലീസ് ചെയ്ത പവർ അത് അവരുടെ ദേഹത്തേക്ക് തന്നെ അടിച്ച് അവർ രണ്ടുപേരും താഴെ വീഴും. ഉടനെ ഹീന അവൾ അവിടേക്ക് വന്ന് ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഇവളാണ് അലപ്പസ്റ്റയിൽ വെച്ച് നമ്മുടെ ആൾക്കാരെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചവൾ. ലൂഫി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾ ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് ഒരു കേജില് ഇപ്പൊ ലൂഫിയെ ലോക്ക് ചെയ്യാണ്. നമ്മുടെ ലൂഫിക്ക് ആ ഒരു കേജിന്റെ പവർ നന്നായിട്ട് അറിയാം. അവൻ സ്ട്രെയിറ്റ് ആയി സെക്കൻഡ് ഗിയറിലേക്ക് ഇപ്പോൾ ആ 2 നെറ്റും അങ്ങനെ ഞെരുക്കുമ്പോഴേക്കും ലൂഫി നിലത്താഞ്ഞടിച്ച് മുകളിലേക്ക് എസ്കേപ്പ് ആയി പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ പൈററ്റ്സ് എല്ലാവരും ചേർന്ന് നേവിക്കാരെ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. ദൂരത്തായിട്ട് സ്ക്വാഡ് എന്ന് പേരുള്ള ഒരു പൈററ്റ് അവനാണെങ്കിൽ ഓറ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു പാത്ത് അതുവഴി പോയി
ഞാൻ എയ്സിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആ വഴി ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോകും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകില് ഒരു നേവി ഓഫീസർ വന്ന് നിൽക്കുക. ഓഫീസറിനെ കണ്ട് അവനങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ മെയിൻ നേവി സോൾജിയേഴ്സ് അവര് വന്ന് റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ചില അറ്റാക്കുകൾ നമ്മുടെ ചെക്കൻ ബോഡി വെച്ച് തടഞ്ഞ് ഇപ്പൊ ചോരയൊക്കെ തുളുമ്പി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഗഗ്ഗോ മുറിയ. അവന് മനസ്സിലാവും ഇങ്ങനെ പോവാണെങ്കിൽ ലൂഫിയും വൈറ്റ് ബിയേഡും തീർച്ചയായിട്ടും ജയിക്കും. അതിനു മുൻപിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ആ ഓറിന്റെ ഡെഡ് ബോഡിയിലേക്ക് നോക്കും. ആരും അറിയാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ബോഡി ടേക്ക് ഓവർ ചെയ്യണം. എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഷാഡോ അതിലേക്ക് കടത്തിവിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഞാൻ ഈ യുദ്ധം അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ സോംബി സോൾജിയേഴ്സിനെ അവറ്റകളെ മുകളിലേക്ക് വിളിക്കും. അതിനുശേഷം ലൂഫിയെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ അവറ്റകളോട് പറയും. ലൂഫിക്കാണെങ്കിൽ അവന്റെ കലി കയറി വരികയാണ്. കാരണം ഗഗ്ഗോ മുറിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് നിന്ന അവന്റെ ഒരുപാട് സമയം പോവും. ഇപ്പൊ അവന് അതിനൊട്ടും ടൈമില്ല. ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ആ സോംബീസുകളെ വെട്ടിത്തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ സോംബീസുകള് അവറ്റകൾ ചില്ലറക്കാരല്ല. അവർ ലൂഫിയെ പിടിച്ചു വലിച്ച് അങ്ങനെ അറഞ്ചും പൊറഞ്ചും അറ്റാക്ക് ചെയ്യും. ഗഗ്ഗോ മുറിയാണെങ്കിൽ വീണ്ടും വീണ്ടും ആവേശം കൂടി ഒരുപാട് സോംബീസുകളെ അവന് നേർക്ക് അയക്കുകയാണ്. അപ്പൊ വേറൊരു ഭാഗത്ത് നിന്ന് വേറൊരു ടീം അവരും ഇപ്പൊ ലൂഫിയെ ലക്ഷ്യമാക്കി അവിടേക്ക് ഓടിയെത്തും. ഒരു ടീമിനെ അയച്ചത് സാക്ഷാൽ കിസറു ആണ്. കിസറു ആണെങ്കിൽ ഹായ് ആയിട്ട് ലൂഫിയും ആ നേവി ടീമുമായിട്ടുള്ള ഏറ്റുമുട്ടല് അതങ്ങനെ നോക്കി നിൽക്കും. ലൂഫി ഒട്ടും വിട്ടുകൊടുക്കാതെ ഓരോരുത്തരെയും ചന്നം പിന്നെ അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയും. അപ്പൊ ലോങ് ഷോട്ട് ലേസ് അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ലൂഫിയുടെ അവസ്ഥ കണ്ട് അങ്ങനെ നെഞ്ചു പൊട്ടി കരയാണ്. ഉടനെ എയ്സ് അവൻ വമ്പ ശബ്ദത്തില് ഇപ്പൊ നിലവിളിച്ചു പറയും, ലൂഫി നീ ഇപ്പൊ തന്നെ തിരികെ പോണം. ഞാനും നീയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ കടലിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ്. നമ്മൾ രണ്ടുപേരും പോയത് രണ്ട് ധ്രുവങ്ങളിലേക്കാണ്. എനിക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ കാര്യം നോക്കാൻ അവർക്കറിയാം. സോ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരു കാരണവശാലും നീ ഇടപെടാൻ പാടില്ല. നിനക്കറിയാം എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് വീണ്ടും നീ എന്തിന് ഇതൊക്കെ ചെയ്യുന്നു? എയ്സ് പറയുന്നത് കേട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഷോക്കാവും. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ആ നേവി ഓഫീസേഴ്സിനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. എയ്സിന് മനസ്സിലാവും ലൂഫിയെ പിന്തിരിപ്പിക്കാൻ അവനെ കൊണ്ടാവില്ലെന്ന്. എയ്സ് ആണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചാണ്, പ്ലീസ് ദയവ് ചെയ്ത് നീ തിരികെ പോ. എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇതെന്റെ വിധിയാണ്. ഇത് ഞാൻ അനുഭവിച്ചേ തീരൂ. കാർപ്പിനാണെങ്കിൽ എയ്സ് എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവും. ലൂഫി എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. അത് മാത്രമാണ് എയ്സിന്റെ മനസ്സിൽ. ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ എയ്സ് അങ്ങനെ തലതാഴ്ത്തി നിൽക്കും. കാർപ്പിനാണെങ്കിൽ സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. ഉടനെ ലൂഫി അവൻ വിളിച്ചു പറയും, ഞാൻ നിന്റെ അനുജനാണ്. നിനക്കൊരാപത്ത് വരുമ്പോ നിന്റെ കൂടെ നിൽക്കേണ്ടത് ഞാനാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവർ ചെറുപ്പത്തിൽ ഒന്നിച്ച് ജീവിച്ചത്, ഒരുമിച്ച് കളിച്ചത്, കഴിച്ചത്, ട്രെയിനിങ് എടുത്തത്, ടൈം സ്പെൻഡ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ലൂഫി പറയുന്നത് കേട്ട് ആ മിലിറ്ററി സോൾജിയേഴ്സ് അവരെല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പൊ ലൂഫിയും ഗോൾഡ് റോജറിന്റെ മകനാണോ? അപ്പൊ വേറൊരു സോൾജിയർ അവൻ പറയും, നിങ്ങൾ എന്തായി പറയണേ? എയ്സ് ജനിക്കുന്ന സമയം തന്നെ അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. സോ ഗോൾഡ് റോജർ അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ, അതാണ് എയ്സ് എന്ന്. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ സോൾജിയേഴ്സിനെ എല്ലാം ചവിട്ടി മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഒരുപാട് സോംബീസ് ഇപ്പൊ ലൂഫിയെ ലക്ഷ്യമാക്കി വരും. ലൂഫി അവറ്റകളെ ഇടിക്കാൻ തയ്യാറാവുമ്പോഴേക്കും വലിയൊരു കടൽ തിരമാല അത് അങ്ങനെ വന്ന് ആ സോംബീസിനെ മുക്കും. അവറ്റകളെ കൊണ്ട് ഉപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കടൽ വെള്ളത്തിൽ പെട്ട് അങ്ങനെ മയങ്ങിപ്പോവും. ആ ഒരു വലിയ കടലല അത് ക്രിയേറ്റ് ചെയ്ത് മറ്റാരുമല്ല, സാക്ഷാൽ ജിംബൈ ഇപ്പോ ലൂഫിയുടെ അടുത്തേക്ക് വരും. നിപ്ഷനാവണ്ട, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. ആ തെൻഗോക്കു ആണെങ്കിൽ വമ്പം കലുപ്പില് ആ സ്നെയിൽ എടുത്ത് നേവിക്കാർക്കാണെങ്കിൽ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. സെൻഗോക്കു ആണെങ്കിൽ മറ്റൊരു മർമ്മപ്രധാനമായ കാര്യവും എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കും. എയ്സും ലൂഫിയും അവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. പക്ഷേ അവർ ബയോളജിക്കൽ ബ്രദേഴ്സ് അല്ല. അവർ വളർന്നതും ജീവിച്ചതും എല്ലാം ഒന്നിച്ചാണ്. എയ്സിന്റെ പപ്പ ആ ഗോൾഡ് ഡി റോജർ തന്നെയാണ്. ലൂഫിയുടെ പപ്പ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡ്രാഗൺ. ഒരു സെക്കൻഡ് എല്ലാവരും അത് കേട്ട് ഷോക്കാവും. പക്ഷെ പ്രിൻസസിന് മാത്രം അതൊരു ഷോക്കേ അല്ല. ലൂഫി ആരുടെ മകനാണെങ്കിലും അവൻ എന്റെ സ്വത്ത് കുട്ടിയാണെന്ന് പറഞ്ഞ് അവളങ്ങനെ കളവൊക്കെ വരച്ചു നിൽക്കും. സ്മോക്കറിന് പിടികിട്ടും ലാസ്റ്റ് ടൈം അവൻ ലൂഫിയെ ലോക്ക് ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് ഡ്രാഗൺ അവനെ അറ്റാക്ക് ചെയ്തതെന്ന്. ലോകം മുഴുവനുള്ളവരും ഈ ഒരു ന്യൂസ് അറിയാണ്. സോ ലൂഫിയും
വളരെ വലിയൊരു ക്രിമിനലിന്റെ മകനാണ്. എയ്സിനെ എക്സിക്യൂഷൻ ചെയ്യുന്നത് പോലെ തന്നെ ലൂഫിയെ ചെയ്യണമെന്ന് ഇപ്പൊ നേവിക്കാര് ഒരു തീരുമാനത്തിലെത്തും. ഇതെല്ലാം കേട്ട് കാർപ്പാണെങ്കിൽ ലൂഫിയെയും എയ്സിനെയും മനസ്സിൽ ഒരുപാട് ചീത്ത വിളിക്കും. ലൂഫി ആണെങ്കിൽ തേർഡ് ഗിയറിലേക്ക് പോയി അവന്റെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആ ജയന്റിനെ അതിനെ അട്ടിച്ച് തെറിപ്പിക്കും. വൈറ്റ് ബിയർഡിനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ഓർത്ത് ഭയങ്കര ആവേശാവും. ഒരു കാരണവശാലും ലൂഫിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എയ്സിനെ പോലെ തന്നെ ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യണം. എയ്സ് വീണ്ടും ലൂഫിയെ നോക്കി ഒരുപാട് ദേഷ്യപ്പെടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.